ഗലാത്യർ അധ്യായം 3 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. പൗലോസ് ഗലാത്യരെ എന്തെന്ന് വിളിക്കുന്നു? ഉത്തരം: വിവേകശൂന്യരായ ഗലാത്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഗലാത്യരെ മോഹിപ്പിച്ചത് ആര്? ചോദ്യരൂപത്തിൽ പറഞ്ഞത് ആരാണ് നിങ്ങളെ മോഹിപ്പിച്ചത്? ക്വസ്റ്റ്യൻ നമ്പർ 3. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എന്തിനാൽ? ഉത്തരം: വിശ്വാസം കേട്ടതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. അവർ ആരംഭിച്ചത് എന്തിനാലാണ്? ഉത്തരം: ആത്മാവിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. അവർ ഇപ്പോൾ പൂർണ്ണത പ്രാപിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാലാണ്? ഉത്തരം: ജഡത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 6. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിനാലാണ്? ഉത്തരം: വിശ്വാസം കേൾക്കുന്നതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. അബ്രാഹാം ആരിൽ വിശ്വസിച്ചു? ഉത്തരം: ദൈവത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8. അബ്രാഹത്തിന്റെ വിശ്വാസം അവന് എന്തായി കണക്കാക്കപ്പെട്ടു? ഉത്തരം: നീതിയായി. ക്വസ്റ്റ്യൻ നമ്പർ 9. അബ്രാഹത്തിന്റെ യഥാർത്ഥ സന്തതികൾ ആരാണ്? ഉത്തരം: വിശ്വാസമുള്ളവർ. ക്വസ്റ്റ്യൻ നമ്പർ 10. എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുന്നത് ആരിൽ? ഉത്തരം: അബ്രാഹത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 11. വിശ്വാസമുള്ളവർ ആരോടൊപ്പം അനുഗ്രഹിക്കപ്പെടുന്നു? ഉത്തരം: വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 12. നിയമപ്രവർത്തികളിൽ ആശ്രയിക്കുന്നവർ എന്തിൻ്റെ കീഴിലാണ്? ഉത്തരം: ശാപത്തിൻ്റെ കീഴിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എവിടെ പറയുന്നു? ഉത്തരം: ഗലാത്യർ 3:11. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്രിസ്തു നമ്മെ എന്തിൽ നിന്ന് വീണ്ടെടുത്തു? ഉത്തരം: നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി? ഉത്തരം: ശാപമായി. ക്വസ്റ്റ്യൻ നമ്പർ 16. അബ്രാഹത്തിൻ്റെ അനുഗ്രഹം ആരിലേക്ക് എത്തി? ഉത്തരം: വിജാതിയരിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 17. നാം വാഗ്ദത്തമായ ആത്മാവിനെ സ്വീകരിക്കുന്നത് എന്തിനാൽ? ഉത്തരം: വിശ്വാസത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 18. വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്കാണ്? ഉത്തരം: അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 19. നിയമം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? ഉത്തരം: 430 വർഷങ്ങൾക്ക് ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 20. നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനം റദ്ദാക്കുന്നുണ്ടോ? ഉത്തരം: ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 21. അവകാശം നിയമത്തിലൂടെയാണ് ലഭിക്കുന്നത്? ഉത്തരം: അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 22. ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് എന്തിനാലാണ്? ഉത്തരം: വാഗ്ദാനത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. എന്നാൽ നിയമം എന്തിനാണ് നൽകപ്പെട്ടത്? ഉത്തരം: ലംഘനങ്ങൾ നിമിത്തം. ക്വസ്റ്റ്യൻ നമ്പർ 24. നിയമം ഏതുവരെ നിലനിന്നു? ഉത്തരം: വാഗ്ദത്ത സന്തതി വരുന്നതുവരെ. ക്വസ്റ്റ്യൻ നമ്പർ 25. നിയമം നൽകപ്പെട്ടത് ആരുടെ മുഖാന്തിരമാണ്? ഉത്തരം: ദൂതന്മാരുടെ മുഖാന്തിരം. ക്വസ്റ്റ്യൻ നമ്പർ 26. നിയമം നമ്മുടെ എന്തായിരുന്നു? ഉത്തരം: ശിഷ്യകൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. നിയമം നമ്മെ ആരിലേക്കാണ് നയിച്ചത്? ഉത്തരം: ക്രിസ്തുവിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 28. വിശ്വാസം വന്ന ശേഷം നാം ആരുടെ കീഴിലല്ല? ഉത്തരം: ശിഷ്യകൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 29. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരും ആരാണ്? ഉത്തരം: ദൈവത്തിൻ്റെ മക്കൾ. ക്രിസ്തുവിൽ സ്നാനം സ്വീകരിച്ചവർ എന്ത് ധരിച്ചു? ഉത്തരം: ക്രിസ്തുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 31. ക്രിസ്തുവിൽ യഹൂദനോ ഗ്രീക്കനോ ഉണ്ടോ? ഉത്തരം: ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 32. ക്രിസ്തുവിൽ അടിമയോ സ്വതന്ത്രനോ ഉണ്ടോ? ഉത്തരം: ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 33. ക്രിസ്തുവിൽ പുരുഷനോ സ്ത്രീയോ ഉണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 34. നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഉത്തരം: അബ്രാഹത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 35. നിങ്ങൾ എന്തിൻ്റെ അവകാശികളാണ്? ഉത്തരം: വാഗ്ദാനത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 36. അബ്രാഹാം ദൈവത്തിൽ ഡാഷ് വിശ്വസിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 37. നീതിമാൻ ഡാഷാൽ ജീവിക്കും? ഉത്തരം: വിശ്വാസത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. ക്രിസ്തു നമുക്ക് വേണ്ടി ഡാഷായി ശാപമായി? ക്വസ്റ്റ്യൻ നമ്പർ 39. നിയമം നമ്മുടെ ഡാഷായിരുന്നു? ഉത്തരം: ശിഷ്യകൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ഡാഷാണ്? ഉത്തരം: മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 41. ശരിയോ തെറ്റ്? അബ്രഹാം നിയമത്താൽ നീതീകരിക്കപ്പെട്ടു? ഉത്തരം: തെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 42. വിശ്വാസമുള്ളവർ അബ്രഹാത്തിൻ്റെ മക്കളാണ്? ഉത്തരം: ശരി. ക്വസ്റ്റ്യൻ നമ്പർ 43. ക്രിസ്തു നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു? ഉത്തരം: ശരി. 44. നിയമം 430 വർഷങ്ങൾക്ക് മുമ്പാണ് നൽകപ്പെട്ടത്? ഉത്തരം: തെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 45. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്? ഉത്തരം: ശരി. ക്വസ്റ്റ്യൻ നമ്പർ 46. MCQ. അബ്രാഹത്തിന്റെ വിശ്വാസം അവൻ എന്തായി കണക്കാക്കപ്പെട്ടു? ഉത്തരം: നീതിയായി. ക്വസ്റ്റ്യൻ നമ്പർ 47. നിയമം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷം? ഉത്തരം: 430. ക്വസ്റ്റ്യൻ നമ്പർ 48. നിയമം നമ്മുടെ എന്തായിരുന്നു? ഉത്തരം: ശിഷ്യകൻ. ക്വസ്റ്റ്യൻ നമ്പർ 49. ക്രിസ്തുവിൽ സ്നാനം സ്വീകരിച്ചവർ എന്ത് ധരിച്ചു? ഉത്തരം: ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 50.
നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഉത്തരം അബ്രാഹം. മനപ്പാടമാക്കേണ്ട പ്രധാന വാക്യങ്ങൾ: ഗലാത്യർ 3:6. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. ഗലാത്യർ 3:11. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗലാത്യർ 3:26. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന് മക്കളാണ്. ഗലാത്യർ 3:28. യഹൂദനോ ഗ്രീക്കനോ ഇല്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്.